എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഒന്നടങ്കം പറയുകയാണ് കേരളത്തിൽ തുടർഭരണമില്ല, UDF അധികാരത്തിൽ വരുമെന്ന്. അതിനെ വിശ്വസിക്കാൻ കഴിയുമോ? എല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട്. മിക്കവാറും എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എങ്കിലും പറയുന്നുണ്ട് UDF തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. സാർ എന്ത് പറയുന്നു? തെറ്റുമോ പ്രവചനം? പ്രിയൻ, ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറയാം. എനിക്ക് ഈ എക്സിറ്റ് പോളിലൊന്നിനും വിശ്വാസമില്ല. ഞാൻ എപ്പോഴെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടേ ഉള്ളൂ. ഇത് ഈ എലക്ഷൻ കഴിഞ്ഞ് 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ന്യൂസ് ഫില്ല് ചെയ്യണം. ഇലക്ഷൻ്റെ സമയത്ത് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന വാർത്തകൾ കൊടുക്കായിരുന്നു അവർക്ക്. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവരും പൊതുവെ ശാന്തമായി. ഇവിടെയുള്ളത് കോൺഗ്രസിനകത്ത് അടി മാത്രമേ ഉള്ളൂ. രമേശനും സതീശനും വേണുഗോപാലും കൂടി ചേർന്ന് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നടത്തുന്ന ടഗ് ഓഫ് പറയുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആൾക്കാരുടെ വ്യൂവേഴ്സിൻ്റെ ഇത് വേണം, ശ്രദ്ധ കിട്ടണം. അതുപോലെ പത്രക്കാർക്കാണ് എന്തെങ്കിലും വാർത്ത കൊണ്ട് കുറ്റം നിറയ്ക്കണം പേജ്, അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഈ ഒപ്പീനിയൻ പോളിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. സർവേയുടെ ഈ 2024 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ഹരിയാന തെരഞ്ഞെടുപ്പും നടന്നു. ഓർമ്മയില്ലേ? ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും ഒക്കെ പറഞ്ഞ എന്താ അജഗജാന്തര വ്യത്യാസമായിരുന്നു യാഥാർത്ഥ്യവും എക്സിറ്റ് പോളും തമ്മിൽ. എല്ലാം പറഞ്ഞത് BJP തോറ്റു തുന്നം പാടുന്നാണ് പറഞ്ഞിരുന്നത്. വോട്ട് എണ്ണണ സമയത്ത് KSRTC ബസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് BJP 4, കോൺഗ്രസ് 10 ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്തായി? ഒന്നും ആയില്ല. BJP ഈസി ആയിട്ട് ജയിച്ചു രണ്ടിടത്തും. ഉടനെ തന്നെ പറഞ്ഞു EVM ടാമ്പർ ചെയ്തിട്ടാണ് ജയിച്ചെന്നു. നിൽക്കട്ടെ. അപ്പം ഇതിൽ ഒരു തമാശയുണ്ട്. കേരളത്തിലെ കാര്യം എടുക്കാം ആദ്യം. കേരളത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ചാനലുകളും പത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതിശക്തമായ ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് നോട്ടീസബിളാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞു, അങ്ങനെ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നും ഇവിടെ എങ്ങും കാണാനില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് കാണാനില്ല. ജനങ്ങൾക്ക് ഒരു ഭരണവിരുദ്ധ വികാരവും തരംഗവും ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. എന്നെ പലരും കളിയാക്കി അത് പറഞ്ഞു കഴിഞ്ഞിട്ട്. സുനിൽ വളരെ കാര്യമായിട്ട് എടുത്തു ഞാൻ പറഞ്ഞപ്പോൾ. രാധാകൃഷ്ണൻ സാറ് വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഭരണവിരുദ്ധ വികാരവും കാണുന്നില്ല സാർ. ഭരണവിരുദ്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് വി ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട്. ഇപ്പോൾ ഈ ഒപ്പീനിയൻ പോൾ ഇന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വോട്ടർ വൈബ് എന്നിട്ട് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അവർ LDFന് 58-നും 68-നും ഇടയ്ക്ക് സീറ്റ് കൊടുക്കണം. ഓക്കെ. UDFന് 70-നും 82-നും ഇടയ്ക്ക് സീറ്റ് കൊടുക്കണം. പിന്നെ മാട്രിക്സ് എന്ന് പറഞ്ഞ സംഘടന LDFന് 60-നും 65-നും ഇടയ്ക്ക്, UDFന് 70-നും 75-നും ഇടയ്ക്ക്. പിന്നെ P മാർക്സ് എന്ന് പറഞ്ഞ സംഘടന LDFന് 62 to 69, UDFന് 71 തൊട്ട് 79 വരെ. JVC ആണെങ്കിൽ LDFന് 52-നും 61-നും ഇടയ്ക്ക് സീറ്റ്, UDFന് 72-നും 84-നും ഇടയ്ക്ക് സീറ്റ്. ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ ആക്സസ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ഒപ്പീനിയൻ പോൾ LDF 49-നും 62-നും ഇടയിൽ, UDFന് 79-നും 90-നും ഇടയിൽ. ഈ ആക്സസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൗതുകകരമായ സംഘടനയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിന് 270 സീറ്റ് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എത്ര കിട്ടിയെന്ന് അറിയാമല്ലോ? 99 സീറ്റ്. മനസ്സിലായില്ലേ? അന്ന് സ്റ്റുഡിയോയിലിട്ടിട്ട് ആളെ എല്ലാവരും കൂടി കരയിപ്പിച്ച് കരഞ്ഞ മാപ്പൊക്കെ പറഞ്ഞിട്ടാ പോയത്. അപ്പം എന്തിനാ ഈ പണിക്ക് പോകണം? ഇതിനൊന്നും യാതൊരു സയൻറ്റിഫിക് വാലിഡിറ്റി ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. ഭരണവിരുദ്ധ തരംഗം എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കേണ്ടിയിരുന്ന ഒരു 10, 30, 40 സീറ്റിന്റെ വ്യത്യാസമാണ് ഈ വിന്നറും ലൂസറും തമ്മിലുള്ളത്. മിനിമം 25 സീറ്റെങ്കിലും മാറി. തീർച്ചയായിട്ടും LDFന് അങ്ങനെയാണെങ്കിൽ ഒരു 30 സീറ്റിൽ കൂടുതൽ കിട്ടാൻ പറ്റില്ല. അല്ലെ 40 സീറ്റ് വെച്ചോ, 40 സീറ്റിൽ കൂടുതൽ പോവില്ല. UDFന് 100 കൂടുതൽ സീറ്റ് കിട്ടും. അങ്ങനെയാണല്ലോ മറ്റേ നേതാക്കന്മാരൊക്കെ. കോൺഗ്രസിന്റെ മൂത്ത നേതാവ് മുഖ്യമന്ത്രിയാവാൻ ഷർട്ട് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്ന 100-നും 115-നും ഇടയ്ക്ക്. ഇനി അത് കൂടുതലായാലും ഞങ്ങൾക്ക് അത്ഭുതമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു 100 സീറ്റ്. അത് പറഞ്ഞോട്ടെ, ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ. ഇപ്പം മുരളീധരൻ പറയും കോൺഗ്രസ് തോറ്റു എന്ന് പറഞ്ഞാൽ ഉടനെ മുരളീധരൻ പറയും ഞങ്ങൾക്ക് ഈ ഒപ്പീനിയൻ പോളിലൊന്നും വിശ്വാസമില്ല എന്ന് പറയും. ഇന്ന് രാവിലെ അയാൾ പറഞ്ഞു കേട്ടു, അത് ഒപ്പീനിയൻ പോൾ ഞങ്ങൾ കണക്ക് കൂട്ടിയതിനേക്കാളും കുറവാണ് ഒപ്പീനിയൻ പോൾ കാണുന്നത്, ഇത് റിസൾട്ട് വരുമ്പോൾ പ്രതിഫലിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-40 സീറ്റിൻ്റെ വ്യത്യാസം ഈ ഇരു മുന്നണികളും തമ്മിലുണ്ട്. അത്
അതിവിടെ കാണാനില്ല. കൂടി വന്നാൽ 10 സീറ്റിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ 10-12 സീറ്റിൻ്റെ വ്യത്യാസം. പിന്നെ ഒരു ഏജൻസിയുടെ എക്സിറ്റ് പോൾ റിസൾട്ട് അല്ല മറ്റേ ഏജൻസിയുടെ എക്സിറ്റ് പോൾ റിസൾട്ട്. ഇതെല്ലാം കൂട്ടുമ്പോൾ എന്താ പറയണ, ഈ കണക്കൂട്ടൽ എവിടേക്കോ തെറ്റുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു ഏജൻസി പറയുന്നു കേരളത്തിലെ 37% ആളുകളും പിണറായി വിജയനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രിഫർ ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒരു കൂട്ടർ പറയുന്നത് അവർ തന്നെ പറയുന്നുണ്ട് 27% ആൾക്കാരാണ് സതീശനെ പ്രിഫർ ചെയ്യണമെന്ന്. അതായത് 37-27 തമ്മിൽ 10% വ്യത്യാസമുണ്ട്. ഈ 10% വോട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണ്ടേ? മനസ്സിലായില്ലേ? വോട്ടിംഗ് പാറ്റേൺ തന്നെ മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നണിക്കും അതേ സ്വാധീനം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ കിട്ടേണ്ടത് ആർക്കാണ്? LDF നാണ്. അല്ല, ഈ 37% പേര് പിണറായി വിജയന് വോട്ട് ചെയ്യുന്നു. നാച്ചുറലി LDF കൂടുതൽ വോട്ട് കിട്ടും. 27% പേരാണ് സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുകയും എന്നിട്ട് UDF വോട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിലെന്തോ ഒരു ഡിസ്ക്രിപ്പൻസി ഇല്ലേ അതിനകത്ത്? ഞാൻ രാവിലെ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ, ദർ ആർ സം ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞില്ലേ, അതൊന്ന്. ഇതെവിടെ പോയി? ഇതിൻ്റെ വ്യത്യാസം ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇന്നലെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോളിൻ്റെ ഒപ്പം തന്നെ എക്സിറ്റ് പോളിൻ്റെ ഒപ്പം തന്നെ ബംഗാളിലെ എക്സിറ്റ് പോൾ റിസൾട്ട് ഞാൻ കണ്ടു. ഞാൻ റിപ്പബ്ലിക് TV കണ്ടു കുറച്ച് നേരം. അപ്പോൾ അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. 10% ഡിഫറൻസ് ഉണ്ട് BJPയും പിന്നെ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. BJPക്ക് 155 സീറ്റ് വരെ കിട്ടുന്നതാണ് പറയുന്നത്. അതേസമയം മറ്റവർക്ക് 100-105 സീറ്റിന് അടുത്തെങ്ങാണ്ടേ കിട്ടുന്നുള്ളൂ അവർക്ക്. തൃണമൂൽ കോൺഗ്രസിന് അതിനെ നമ്മൾ അതിനെ നമ്പേഴ്സിനെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ കണക്ക്. 1+1=2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് എല്ലാ ഫാക്ടറും ഒരുമിച്ച് വരണില്ലേ അതിനകത്ത്? നമ്മളൊരു സംഗതി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി അന്തിമ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കണക്ക് കൂട്ടുന്ന ഫിഗേഴ്സിന് മാച്ചിങ് ആയിരിക്കണം. ഒരു സിങ്ക്രണൈസേഷൻ വേണം. അതിവിടെ കാണാനില്ല. ഇത് മനഃപൂർവ്വം എവിടെ ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ തരംഗം? ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്ന കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ ആങ്കർമാരുടെ മനസ്സിലാണ്. ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളെ ചീത്ത പറയാനും അവർക്കെന്തോ ദേ ഹാവ് സം അൾട്ടീരിയർ മോട്ടീവ്. അവർക്ക് എങ്ങനെയെങ്കിലും സതീശനെ മുഖ്യമന്ത്രിയാക്കണം. സതീശന് അത്ര ആഗ്രഹം ഇല്ലെങ്കിൽ കൂടി അവരങ്ങ് സതീശനെ മുഖ്യമന്ത്രിയാക്കി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതായിരുന്നു അവരുടെ അൾട്ടിമേറ്റ് അൾട്ടീരിയർ മോട്ടീവ് എന്ന് പറയുന്നത് അതായിരുന്നു. പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പ്? 37% ജനങ്ങളും കേരളത്തിലെ വോട്ടർമാരും പിണറായി വിജയനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രിഫർ ചെയ്തിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും LDFനല്ലേ സീറ്റ് കൂടുതൽ കിട്ടേണ്ടത്. അതും പിന്നെ UDFും LDFുമായിട്ട് എത്ര വ്യത്യാസം? പലരും നാമമാത്ര വ്യത്യാസമേ ഉള്ളൂ. ശക്തമായ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശൻ പറഞ്ഞ പോലെ 115 സീറ്റ് അല്ലെങ്കിൽ 100-നും 115-നും സീറ്റും ഇടയ്ക്ക് കിട്ടണം അവർക്ക്. അത് കിട്ടിയിട്ടില്ല. 80 സീറ്റ് വരെയാണ് ഇവർ പറയുന്നത്. പക്ഷെ 80 സീറ്റ് കിട്ടുമ്പോഴും LDF കൂടെയുണ്ട് 70 സീറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അല്ല, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFന് കിട്ടാവുന്ന സീറ്റിന്റെ പറയുന്നതിൽ കൂടുതൽ സീറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും UDFന് കിട്ടാവുന്ന കുറവ് സീറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാം. അതങ്ങനെ LDFന് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന സീറ്റ് UDFന് കിട്ടുന്ന കുറവ് സീറ്റിനേക്കാൾ ആയി കഴിഞ്ഞാൽ അപ്പോൾ LDFന് UDFന് ഒപ്പം സാധ്യത ഉണ്ടെന്ന് പറയാതെ പറയുകയല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്. പ്രിയൻ പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ എക്സിറ്റ് പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? വോട്ട് ചെയ്ത് പുറത്ത് വരുന്ന ആളുടെ അടുത്ത് വോട്ട് ചോദിക്കും. പ്രിയൻ എത്ര തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഒരു 10-ഓളം തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തല്ലേ വോട്ട് ചെയ്ത്? സംസ്ഥാന തലസ്ഥാനത്ത് ആരെങ്കിലും ഒരാൾ പ്രിയൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ആർക്കാ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചോണ്ട്? ഇല്ല, വന്നിട്ടില്ല. പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് എന്താ പറയുക? ഞാനൊരു 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും വന്നിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സാറിന് അറിയായിരിക്കുമല്ലോ, മൊത്തത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അതിന്റെ ഒരു സർവേക്കെങ്കിലും ആരെങ്കിലും ശ്രമിച്ചില്ല? പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. പ്രശാന്തിന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്? സന്ദീപിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. സുനിലിന്റെ അടുത്ത് പിന്നെ ചോദിക്കണ്ട. സുനിലിനെ കണ്ടാൽ അറിയാം ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്നറിയാം. കാരണം ഈസ് എ ജേർണലിസ്റ്റ്. ഹി വിൽ നോട്ട് ഓപ്പൺ അപ്പ് ഹിസ് മൗത്ത്. നമ്മുടെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആർക്കാ വോട്ട് ചെയ്ത് നമ്മൾ ആരോടും പറയില്ല.
ഇല്ല. പിന്നെ ഇവര് ഉത്തരേന്ത്യയിലൊക്കെ കാണിക്കുന്ന പോലെ അതല്ല, ഉത്തരേന്ത്യയിൽ തന്നെ ഇങ്ങനെ അമേരിക്കയിൽ നടക്കുന്ന പോലെ. അമേരിക്കയിൽ വോട്ടിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാർണിവലാണ്. അതെ അതെ അതെ. അവര് തമാശയ്ക്ക് ഇത് എത്രയായിട്ട് എടുക്കുള്ളൂ. ഇവിടുത്തെ പോലെ വാശിയും വൈരാഗ്യമൊന്നും ഇല്ല അവിടെ. കാരണം CPM ഒന്നും ഇല്ലല്ലോ അമേരിക്കയിൽ, ഇല്ല ഇല്ല. കോൺഗ്രസും ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ പാർലമെന്റിനെയാണ് പറയുന്നത്. അതെ അതെ കോൺഗ്രസ് എന്ന് കോൺഗ്രസ്. പറയുന്നത് മുസ്ലിം ലീഗൊന്നും ഇല്ലാത്ത കാരണം വളരെ സമാധാനപരമാണ്. അവിടെ തമ്മിത്തല്ലും കത്തിക്കുത്തും മറ്റേ കല്ലേറൊന്നുമില്ലല്ലോ. അവർ പോയി വോട്ട് ചെയ്തിട്ട് വന്നു, ദാറ്റ്സ് ഓൾ. അപ്പോൾ അവർ പറയും ആർക്കാ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ പറയും ഞാൻ ഡെമോക്രാറ്റിക്കിന് വോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയും. ആ കച്ചവടം ഇവിടെ നടക്കൂല. ഇവിടെ ആൾക്കാർ പറയൂല. വി ആർ വെരി ക്ലോസ് മൈൻഡഡ് പീപ്പിൾ. ഈ എന്താ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് BBC-യിലും CNN-ലും കാട്ടിക്കൂട്ടുന്നത് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കുമോ? നടക്കില്ല. ഇപ്പം പറയണ എന്താ പിണറായി റോയ് പറയണത് 65 സീറ്റ് വരെ UDF നേടും, 62 സീറ്റ് വരെ LDF നേടുന്ന പറഞ്ഞു. ഇത് എങ്ങനെയാ സംഗതി? 141 സീറ്റല്ലേ, 140 സീറ്റല്ലേ, 71 സീറ്റ് കിട്ടിയാലല്ലേ ഇതുണ്ടാക്കാൻ ഭൂരിപക്ഷം പറ്റുള്ളൂ. ഉണ്ടാവും. അല്ലേ സാർ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കുറച്ച് പറഞ്ഞിരിക്കുന്നത്, ഉം. അതായത് ലീസ്റ്റ് നമ്പർ കൊടുത്തിരിക്കുന്ന എല്ലാ സർവേകളും ഉം. അത് BJPക്കാണ്. അതെ. അപ്പോൾ എനിക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഇവർ കൊടുക്കാൻ കാരണം BJPക്ക് ഒന്നാമത് വേരോട്ടമുള്ള സ്ഥലമല്ല കേരളം എന്ന് അവർ മുൻകൂട്ടി ഒരു ധാരണ വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അഥവാ ഉണ്ടായാൽ തന്നെ ഒരു ലിമിറ്റഡ് വിക്ടറി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഒരു ധാരണ വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2014 എക്സിറ്റ് പോളാണ്. 2014 എക്സിറ്റ് പോൾ സാറിന് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. 2014 ദേശീയ തലത്തിൽ ആ exit ദേശീയ poll തലത്തിൽ, എനിക്കറിയാം. അതെ, അതെ. അതിനകത്ത് മോദി ജയിക്കുന്ന അവരാരും ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് വീണ്ടും അത് ഏറ്റു പറഞ്ഞത്. അപ്പം BJPക്ക് സാധ്യത ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇവരെല്ലാം തിരിച്ചാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അത് എന്താ കുഴപ്പമെന്നറിയോ? അതിന് പ്രധാന ഉത്തരം ഞാനൊരു കാരണം പറഞ്ഞുതരാം. ഈ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പുതിയ തലമുറയിൽ വന്നേക്കുന്ന റിപ്പോർട്ടർമാരൊക്കെ അല്ലെങ്കിൽ സബ് എഡിറ്റേഴ്സ് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ SFI എന്ന് വന്നേക്കുന്നവരാണ്. അവർ BJPനെ വളരാൻ സമ്മതിക്കില്ല. അവരോട് ചേട്ടന്മാർ പറഞ്ഞു കൊടുത്താണ് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയും കൊടുക്കരുതെന്ന്. എൻ്റെ അനുഭവമുള്ള ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ദൂരദർശനിലാണെങ്കിലും ചാനലിൽ വർക്ക് ചെയ്തപ്പോഴും മറ്റ് പത്രങ്ങളിൽ വർക്ക് ചെയ്തപ്പോഴും എന്താ പറയണ്ടേ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ഇവർ BJPയുടെ ഗ്രോത്തിനെ കുറിച്ചോ BJPയുടെ വേരോട്ടത്തിനെ കുറിച്ചോ ഇവർ സമ്മതിക്കില്ലല്ലോ. അത് ഞാൻ 4th റിപ്പോർട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരിക്കലും BJPക്ക് അനുകൂലമായിട്ട് ഒരു വാർത്ത അവർ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാൽ BJPക്കാർ സ്വന്തമായിട്ടൊരു പത്രം തുടങ്ങും, അതും ചെയ്യില്ല. ഉണ്ട്, പത്രമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ദ ലെസ് ഐ ടോക്ക് അബൌട്ട് ഇറ്റ് ദ ബെറ്റർ. ഇത് ഈ എക്സിറ്റ് പോളിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രിയൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വോട്ട് എണ്ണുന്ന 4-ാം തീയതിയാണ്. 4-ാം തീയതി ഉച്ചയാകുമ്പോഴത്തേക്കും ഈ അഭിപ്രായ സർവേയും എക്സിറ്റ് പോളും പിന്നെ ഒപ്പീനിയൻ പോൾ ഇതെല്ലാം ആൾക്കാരും മറക്കും. അതിനെക്കുറിച്ച് പറയില്ല അവരാരും. പിന്നെ അവർ ഫൈനൽ ഇതിനെക്കുറിച്ചിട്ട് പറയും വർഗീയതാണ്, ആനയാണ്, ചേനയാണെന്ന് പറയും. BJP ജയിക്കണൊക്കെ വർഗീയത, കോൺഗ്രസ് ജയിക്കണൊക്കെ സെക്യുലറിസം, മറ്റേവർ ജയിക്കുന്ന മുഴുവൻ സോഷ്യലിസം. അങ്ങനെയാണ് അവരുടെ കണക്ക് മുഴുവനും. അപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. ഇതൊരു കുറച്ച് പത്രങ്ങളൊക്കെ ഡൽഹിയിലൊക്കെ ഉള്ള ചില പത്രങ്ങളുണ്ട്, അവർ അസ്ട്രോളജേഴ്സിനെ പോയി കാണും, ജ്യോതിഷികളെ പോയി കാണും, ആരാ ജയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ 2-3 അസ്ട്രോളജർമാരോട് സംസാരിച്ചിരുന്നു. ഒരാൾ ഇത്തവണ ഇല്ല, അദ്ദേഹം പോയി, നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരിക്കലും അതങ്ങനെ ശരിയാവില്ല പറയാനായിട്ട്. കാരണം ഇത് എത്രയോ ജനങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെയാണ്, കോടിക്കണക്കിന് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരാളുടെ നക്ഷത്രം നോക്കിയിട്ട് അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ ഇല്ലയോ, അയാൾ മന്ത്രിയാവുമോ പ്രധാനമന്ത്രിയാവുമോ പ്രസിഡൻ്റ് ആവുമോ എന്ന് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അയാളുടെ സമയം നല്ലതായിരിക്കും, അനുകൂലമായി നക്ഷത്രങ്ങളുടെ കോൺസ്റ്റലേഷൻ. ഇത് നമ്മൾ ഈ വാരഫലം വായിക്കുന്ന പോലെയുള്ളൂ. വാരഫലവും ഈ പറയുന്ന ആഴ്ചഫലം, മാസഫലവും ഒക്കെ പല വായിക്കും. ജ്യോതിഷികളും പാണ്ഡിത്യമുള്ള ജ്യോതിഷികൾ ഇതിൽ നിന്നും അവർ മാറി നിൽക്കും. അവർ പറയും പറയില്ല എന്ന് പറയും, ബുദ്ധിമുട്ടാണ് പറയില്ല എന്നല്ല സാർ, അത് പറയുന്നതിനകത്ത് വലിയ വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, വലിയ പ്രയാസമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കനുസരിച്ച് ഇപ്പോൾ നേതാക്കന്മാരുടെ ഗ്രഹനില വെച്ചിട്ടും ഈ പറയുന്ന പ്രശ്നം ചോദിക്കുന്ന, അതായത് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുകയാണല്ലോ ഒരാൾ, ആ ചോദ്യം ചോദിക്കുന്ന സമയവും അതിൻ്റെ നിമിത്തവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഒരു ജ്യോതിഷി പ്രവചനം നടത്തുന്നത്. ആ പ്രവചനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതാവിൻ്റെ ഇപ്പോൾ എടുക്കുന്നു പിണറായി വിജയൻ, ചെന്നിത്തല, VD സതീശൻ,
കുഞ്ഞാലിക്കുട്ടി ഇവരുടെയൊക്കെ ഗ്രഹനില വെച്ചിട്ട് ഗണിച്ചിട്ട് ആർക്കാണ് ഈ യോഗമുള്ളത് എന്നുള്ളത് നോക്കും. അത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർ ജനിച്ച സമയം വേണം, ജനിച്ച തീയതി, ജനിച്ച നക്ഷത്രം, ജനിച്ച സ്ഥലം, ഇതൊക്കെ വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ LK അദ്വാനി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവില്ല എന്നുള്ള വിവരം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരു പണ്ഡിതനായ വളരെ സ്കോളർലി പേഴ്സണാണ് അദ്ദേഹം. ഈ LK അദ്വാനിയുടെ ജാതകം പരിശോധിച്ചിട്ട് ആ ജാതകത്തിൽ കണ്ടത് അദ്ദേഹം LK അദ്വാനിയോടും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു അദ്ദേഹത്തിന് ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് ശനിദശയും ശനിയുടെ അപഹാരം ഇതൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ടാവാൻ പറ്റൂല എന്ന് പറഞ്ഞു. BJP 2004 അധികാരത്തിൽ വരില്ല, 2009 അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നടന്നില്ലേ? അതെ, ഒരു കണക്കിന് നോക്കിയാൽ 2004 2009 കോൺഗ്രസ് അധികാരത്തിൽ വന്ന BJPക്ക് നന്നായി. BJPക്ക് ഈ പറഞ്ഞ പോലെ 7.5 സാറ്റേൺ, 7.5 ശനിയും പിന്നെ കണ്ടക ശനിയുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. കാരണം BJP ജനിച്ച സമയമുണ്ട് 1980 ബോംബെയിൽ വെച്ചിട്ടാണ് ആ മുഹൂർത്ത്. അത് അദ്ദേഹത്തിന് അറിയായിരുന്നു. അത് വെച്ചിട്ട് കണക്കൂട്ടി പറഞ്ഞു ഇപ്പം അവരുടെ പാർട്ടിയുടെ സമയം തീരെ മോശമാണെന്ന്. എത്ര 100 സീറ്റ് വരെ കിട്ടാൻ അവർ പെട്ട പാട് പ്രിയനറിയില്ലേ? അപ്പം എന്ന് വെച്ചിട്ട് ഈ ഒപ്പീനിയൻ പോള് 100% അത് പ്രാക്ടിക്കൽ അല്ല എന്ന് ഞാൻ പറയില്ല. കാരണം സയൻറ്റിഫിക്കായിട്ട് ചെയ്താൽ ഒരു പക്ഷേ കിട്ടും. ഈ പറഞ്ഞ പോലെ ആൾക്കാർ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി വരുമ്പോൾ മറുപടി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണെങ്കിൽ അത് ശരിയാവുമായിരിക്കും. പിന്നെ ബാക്കിയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പ്രിയൻ പറഞ്ഞ പോലെ വാരഫലം എഴുതുന്നത് ഈ ആഴ്ചയിൽ അശ്വതിയിൽ എഴുതിയിരിക്കണം, അടുത്ത ആഴ്ചയിൽ ഭരണിയിൽ എടുത്തിട്ട് മാറ്റും. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോഴും എനിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്തയാണ് എനിക്ക് ഏറ്റവും കൗതുകമായിട്ടെന്ന് തോന്നി. വിജയിയുടെ പാർട്ടിക്ക് 98 തൊട്ട് 120 സീറ്റ് വരെ കിട്ടുന്നു. അത് കേട്ട് വിജയ് ബോധം കെട്ടി വീണിട്ടുണ്ടാവുന്നില്ല മിക്കവാറും. ഒരു സാധ്യതയില്ല. വിജയ് അടുത്ത MGR ആണ്, തമിഴ് സിനിമയുടെ അടുത്ത MGR ആണെന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി. ബേസിക് പൊളിറ്റിക്സ് അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അത് നമ്മുടെ പല ഈ പത്രപ്രവർത്തകർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഹോംവർക്ക് ചെയ്യണം. ഗ്രൗണ്ട് എന്താണ് ചരിത്രം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ഥിതി എന്ന് പറയുന്നത് തമിഴ്നാടിനെ അപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ കർണാടകത്തിനെ അപേക്ഷിച്ചോ UP-നെ അപേക്ഷിച്ചിട്ടോ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ മറ്റേ കാസ്റ്റ് ഫാക്ടറീസ് വെരി മച്ച് ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞാലും കാസ്റ്റ് ഫാക്ടറുണ്ട്, പിന്നെ ഈ റിലീജിയനുണ്ട്. പിന്നെ കേരളത്തിലെ പള്ളിയിൽ അച്ഛന്മാരും പിന്നെ മൊല്ലാക്കന്മാരും ഒക്കെ അവർ പറയുന്ന പോലെയല്ലേ അവരുടെ കുഞ്ഞാടുകൾ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒന്നും അങ്ങനെ അങ്ങോട്ട് മേത്തമാർ പറഞ്ഞാൽ ചെയ്യും തീർച്ചയായിട്ടും. പിന്നെ മൊല്ലാക്ക പറഞ്ഞ പോലെ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ പള്ളിയിൽ അങ്ങനെ ഒരു ഇതായിട്ട് ഇൻഫ്ലുവൻഷ്യലായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നണില്ല കേട്ടോ ആൾക്കാർ. ഇതിപ്പോൾ 4-ാം തീയതി ഒരു വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിന് എനിക്ക് പ്രത്യേകിച്ച് തെറ്റാനാണ് സാധ്യത. അതിപ്പോൾ ഇപ്പം പറയണത് എന്താ, ഇപ്പം തോൽക്കും എന്ന് പറഞ്ഞ പാർട്ടി അതായത് CPIM പറയുന്നു ഇത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണെന്ന് നമ്മുടെ ബാലൻ, മുൻ മന്ത്രി AK ബാലൻ അതും പറയുന്നു. പിന്നെ മരുമോൻ പറയുന്നുണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്, യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാന്ന്. മുരളീധരൻ പറയുന്നത് ഒക്കെ ശരിയാണ്, കുഴപ്പം ഞങ്ങൾ ജയിക്കും, ഇതിനും കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. തങ്ങൾ വരെ പറഞ്ഞ എക്സിറ്റ് പോൾ വളരെ ശരിയാണ്. ഏതാ മറ്റേ നമ്മുടെ പാണക്കാട്ടെ തങ്ങൾ ആദ്യം പറഞ്ഞ 105 115 അതൊക്കെ പോയി, അതും ചോദിക്കുന്നത്. ഇപ്പം അതൊന്നും ആരും ഓർക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ദാറ്റ്സ് ഓൾ തിങ് ഗോൺ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ ഗോൺ ഗയാ.